നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കായിക പ്രേമികളുടെ നിർണായക ദിനമാണ് ഇന്ന്. അതായത് ഫുട്ബോൾ പ്രീമിയർ ലീഗിലും ലാലിഗയിലുമെല്ലാം ഇന്ന് വീറുറ്റ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിലും ക്രിക്കറ്റ് ലോകത്തിന്റെ കണ്ണ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ മാത്രമായിരിക്കും. ക്രിക്കറ്റിലെ എൽ ക്ലാസിക്കോ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മത്സരം ലോകത്ത് അരങ്ങ് തകർക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റുമുട്ടുന്നത് രണ്ട് ടീമുകളായിരിക്കും. സംശയം വേണ്ട, ഇന്ത്യയും പാകിസ്ഥാനും. അതെ, ഷാർജ കപ്പിന്റെ നൊസ്റ്റാൾജിയയിൽ മതിമയങ്ങുന്ന ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ വീണ്ടും ഒരു തീപ്പൊരി വിതറാൻ മണലാരണ്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇന്ന് വീണ്ടും ഇറങ്ങുകയാണ്. ഇന്ത്യൻ സമയം വൈകിട്ട് 7:30, അതായത് UAE സമയം 6-നാണ് പോരാട്ടം ആരംഭിക്കുക. ലോകകപ്പിൽ ഇന്നേ വരെ പച്ചപ്പടയ്ക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഇന്ത്യ ചരിത്രം നിലനിർത്താനിറങ്ങുമ്പോൾ പഴയ ഹോം ഗ്രൗണ്ടിൽ പുതുചരിത്രം എഴുതാനാണ് പാകിസ്ഥാന്റെ തയ്യാറെടുപ്പ്. ഈ ലോകകപ്പിൽ ഇരു ടീമുകളുടെയും ആദ്യ മത്സരം കൂടിയാകുന്നു. ടിക്കറ്റുകൾ മണിക്കൂറുകൾക്കകം തന്നെ വിറ്റഴിഞ്ഞു. ഷാർജ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ബംഗ്ലാദേശിനെ ശ്രീലങ്ക നേരിടും. സൂപ്പർ 12 റൗണ്ടിലെ രണ്ടാം ഗ്രൂപ്പിലാണ് ഇന്നത്തെ രണ്ട് കളികളും. അതോടൊപ്പം തന്നെ ലോകത്തെ വിസ്മയിപ്പിച്ച 2020 ലോകകപ്പിന്റെ സൂപ്പർ 12 റൗണ്ടിൽ ഞായറാഴ്ച, അതായത് ഇന്ന്, ഇന്ത്യ പാകിസ്ഥാൻ പോര്. നീണ്ട 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കൊമ്പുകോർക്കുന്ന ആദ്യ മത്സരത്തിൽ UAEയിലെ പ്രവാസി സമൂഹം ഉണർന്നു കഴിഞ്ഞു. പരമ്പരാഗതമായി തന്നെ കൊമ്പുകോർക്കുന്ന ഇരു രാജ്യങ്ങളുടെയും അഭിമാന പോരാട്ടമായതിനാൽ തന്നെ പ്രാർത്ഥനയിലാണ് പ്രവാസി സമൂഹം. ഗ്രൂപ്പ് 2-ൽ ഇരു ടീമുകളുടെയും ആദ്യ മത്സരമാണിത്. ക്രിക്കറ്റ് ലോകമെന്നും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാക് മത്സരത്തിന് ലോകകപ്പ് ചൂട് പിടിച്ചു വരുമ്പോഴേക്കു തന്നെ അരങ്ങൊരുങ്ങുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. UAEയിൽ പാകിസ്ഥാനികളും ഏറെയുള്ളതിനാൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എപ്പോഴും ആവേശ നെറുകയിലാകും. കഴിഞ്ഞ ദിവസം ദുബായ് സ്റ്റേഡിയത്തിന് സമീപമുള്ള ക്രിക്കറ്റ് അക്കാദമി പരിസരത്തും പാക് ക്രിക്കറ്റ് പ്രേമികൾ പച്ചത്തൊപ്പികളും പ്രിയ താരങ്ങളുടെ പേരെഴുതിയ ജേഴ്സികളും അണിഞ്ഞുകൊണ്ട് എത്തിയിരുന്നു. മത്സരം കാണാൻ നമ്മുടെ പ്രവാസികൾ ഏവരും ഒരുങ്ങിക്കഴിഞ്ഞു. മത്സരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ടിക്കറ്റുകൾ ചൂടപ്പം പോലെ വിറ്റുപോയി. ടിക്കറ്റ് ലഭിക്കാത്തവരെ നിരാശപ്പെടുത്താതിരിക്കാൻ പല ക്ലബ്ബുകളും വൻ സ്ക്രീനുകളിൽ കളി കാണിക്കുന്നുണ്ട്. ദുബായിലെ പല റെസ്റ്റോറന്റുകളിലും കളി കാണാൻ ക്രമീകരണം നടത്തിയിരിക്കുകയാണ്. 1.25 ലക്ഷത്തോളം കാണികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ 70% പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ദുബായ്ക്ക് പുറമെ ഷാർജ രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയം, അബുദാബിയിലെ ഷേഖ് സായിദ് സ്റ്റേഡിയം എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. അതോടൊപ്പം തന്നെ ഇന്ത്യ പാക് തീപാർന്ന പോരാട്ടം UAEയിൽ അരങ്ങേറാനിരിക്കുമ്പോൾ ഏവർക്കും അഭിമാനമായി മറ്റൊരു കാര്യം കൂടി. വനിതാ സംഗീതജ്ഞരെ മാത്രം ഉൾപ്പെടുത്തി AR റഹ്മാൻ രൂപീകരിച്ച ഫിർദോസ് ഓർക്കസ്ട്ര ആദ്യമായി എക്സ്പോ വേദിയിൽ സംഗീതം അവതരിപ്പിച്ചിരിക്കുകയാണ്. എക്സ്പോയിലെ ബഹിരാകാശ വാരാചരണവുമായി ബന്ധപ്പെട്ടാണ് അവതരണം നടന്നത്. ജൂബിലി പാർക്കിൽ കഴിഞ്ഞ ദിവസം രാത്രി 7-ന് ആരംഭിച്ച സംഗീത നിശയിൽ റഹ്മാൻ ചിട്ടപ്പെടുത്തിയ സംഗീതത്തിന് പുറമെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ടതും പാശ്ചാത്യ ക്ലാസിക്കലുകളും ഉണ്ടായിരുന്നു. 23 അറബ് രാജ്യങ്ങളിലെ വനിതാ സംഗീതജ്ഞരാണ് ഫിർദോസ് ഓർക്കസ്ട്രയിൽ ഉണ്ടായിരുന്നത്. 16 മുതൽ 51 വയസ്സുവരെയുള്ളവർ സംഘത്തിൽ ഇടം നേടിയിരുന്നു. യാസ്മിന സബ്ബയാണ് ഓർക്കസ്ട്ര നയിച്ചത്. 2001 എ സ്പേസ് ഒഡീസി, സ്റ്റാർ വാർസ്, ED, അഡ്വഞ്ചേഴ്സ് ഓൺ എർത്ത് എന്നീ ചിത്രങ്ങളിലെ പാട്ടുകളും കോൾ ജങ്സിന്റെ പല്ലാഡിയോ, ബിതോവന്റെ സിംഫണി നമ്പർ 5 എന്നിവയും റഹ്മാൻ ചിട്ടപ്പെടുത്തിയ ഹ്യൂമാനിറ്റസ് പൂർസിമസ് അൽ അമൽ എന്ന സംഗീതവും 1 മണിക്കൂർ നീളുന്ന പരിപാടിയിൽ അവതരിപ്പിച്ചിരുന്നു. കുറച്ചിരിപ്പിടങ്ങൾ മാത്രമുള്ളതിനാൽ തന്നെ ആദ്യം എത്തിയവർക്കാണ് സ്ഥാനങ്ങൾ ഉറപ്പിക്കാനായത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.